ടൗൺഷിപ്പ് സംവിധാനം ഇല്ലാതായി. ഗുരുവായൂർ നഗരസഭയായ 1995 മുതൽ ഇതുവരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിച്ച പ്രൊഫസർ PK ശാന്തകുമാരി ഇത്തവണ മത്സരത്തിനില്ല. ഗുരുവായൂരിന്റെ പ്രഥമ നഗരസഭാധ്യക്ഷയായ അവർ 2020 വരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടുണ്ട്. 2010 എല്ലാ തവണയും വിജയം നേടുകയും ചെയ്തു. 2015, 2020 തിരഞ്ഞെടുപ്പുകളിൽ 3 മുന്നണികളെയും എതിരിട്ടാണ് സ്വതന്ത്രയായി അവർ മത്സരിച്ചത്. LDFന് ഭൂരിപക്ഷത്തിന് 1 സീറ്റിന്റെ കുറവ് വന്ന 2015 പ്രൊഫസർ ശാന്തകുമാരിയെ ചെയർപേഴ്സണാക്കിയാണ് ഭരണ തുടർച്ച ഇടതുപക്ഷം നിലനിർത്തിയത്. UDFലും LDFലും ചെയർപേഴ്സണായ ഏക വ്യക്തി എന്ന റെക്കോർഡും ഇവർക്ക് സ്വന്തമാണ്. ശാന്തകുമാരി ചെയർപേഴ്സണായ 4 വർഷം മാത്രമാണ് ചരിത്രത്തിൽ UDFന് ഗുരുവായൂരിൽ ഭരണം നേടാനായിട്ടുള്ളതും. കോൺഗ്രസിലെ ഒരു വിഭാഗം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് 2000 ജനുവരി 2 ശാന്തകുമാരി രാജിവെച്ചൊഴിഞ്ഞ ശേഷം UDF അധികാരത്തിൽ തിരിച്ചെത്തിയിട്ടില്ല. 2015 കോൺഗ്രസ് ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് അവർ സ്വതന്ത്രയായി മത്സരിച്ചത്. ഭൂരിപക്ഷത്തിന് 1 സീറ്റ് കുറവുണ്ടായിരുന്ന LDFുമായി സഹകരിച്ച് ചെയർപേഴ്സണായി മാറി അവർ കോൺഗ്രസിനോട് മധുരപ്രതികാരം ചെയ്യുകയും ചെയ്തു. ഒട്ടേറെ വികസന പദ്ധതികൾക്കും ഈ ഭരണകാലത്ത് ഗുരുവായൂരിൽ തുടക്കമിട്ടു. തൽക്കാലം മത്സര രംഗത്ത് നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലാണ് ശാന്തകുമാരി ടീച്ചർ.